പള്ളിയിലെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ചെല്ലുന്നത് കോഴിക്കോട് ബീച്ച്, മിഠായി തെരുവ് എന്നീ സ്ഥലങ്ങളിലേക്കാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. മിഠായി തെരുവ് എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു വ്യൂ ആദ്യമായിട്ടാണ് കാണുന്നത്. കാര്യം യൂട്യൂബിലും മാമാടെ മക്കളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. മാമയൊക്കെ ഇവിടെ ഇരുട്ടിയിൽ താമസിക്കുന്നുണ്ട് കണ്ണൂർ. അപ്പോൾ അവരൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഭയങ്കര ഓഫേഴ്സാണ്. കുഴപ്പമില്ല, അത്യാവശ്യം റേറ്റൊക്കെ കുറവുണ്ട്. എങ്കിലും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പലതും കുറച്ച് 50 രൂപ 15 രൂപയൊക്കെ കുറച്ചിട്ടാണ് ഇവിടെ സാധനങ്ങൾ കിട്ടുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവിടെ വന്ന് നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്തതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. കാര്യം ഒരുവിധപ്പെട്ട സാധനങ്ങൾക്കെല്ലാം ടോപ്പ്, കോട്ടൺ ടോപ്സൊക്കെ ഒരു 150 രൂപ 290 രൂപയൊക്കെ സ്റ്റാർട്ടിങ് ഉണ്ട്. ചെപ്പൽസൊക്കെ നമുക്ക് ഇവിടുന്ന് മേടിച്ച് ഒന്ന് തയ്ച്ചിട്ടിടുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ബെറ്റർ ആയിരിക്കും. 169 രൂപയൊക്കെ നല്ല അത്യാവശ്യം ഡെയിലി യൂസിങ് അല്ല, ഫംഗ്ഷൻസിലൊക്കെ പോകുന്ന രീതിയിലൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിൽ. അവിടെ നേരെ ഞങ്ങൾ ബീച്ചിലേക്ക് വന്നു. ബീച്ചിലേക്ക് വന്നിട്ട് ഞങ്ങൾ വെള്ളം കുറച്ച് ചായ പറഞ്ഞപ്പോഴത്തേക്കും 1/2 ഗ്ലാസ് ചായയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അങ്ങനെ അത് എടുത്തു, അങ്ങനെ അത് കുടിച്ചുകൊണ്ടിരുന്നപ്പം ഈ കാണുന്ന ഈ ഒരൊറ്റ പീസ് കിണ്ണത്തപ്പത്തിന് 70 രൂപയാണ് കേട്ടോ. അതുപോലെ ഭയങ്കര റേറ്റൊക്കെ, ബീഫ് കട്ട്ലേറ്റ്, ചിക്കൻ കട്ട്ലേറ്റ് എല്ലാം ഉണ്ടായിരുന്നു. കല്ലുമ്മക്കായ, കൂന്തൽ നിറച്ചത് കഴിക്കണം എന്നുള്ള മോഹത്തോടു കൂടിയാണ് ഞാൻ കോഴിക്കോട് ബീച്ചിലെത്തിയത്. വില കേട്ടപ്പോൾ ഞാൻ അങ്ങ് നിർത്തി. ഒരു പീസിന് 120 രൂപയുടെ. അതിലെന്തിനാണ് നമുക്ക് ആ 120 രൂപയുടെ കൂടെ 30 രൂപ കൂടെ ചേർക്കുകയാണെങ്കിൽ 1/2 കിലോ കൂന്തൽ നമുക്ക് വീട്ടിൽ മേടിക്കാം. അത് നമുക്ക് ഇവിടെ തന്നെ ചെയ്യാമെന്നുള്ളൂ. പിന്നെ ഇത് ഞങ്ങൾ 2-3 പ്ലേറ്റ് മേടിച്ചു. മുട്ട ഇത് കാര്യം കൊള്ളായിരുന്നു. ഞാൻ പിന്നെ ഇത് കഴിച്ചു, പോക്കറ്റ് ഷവർമ കഴിച്ചു. മക്കൾക്ക് വേണ്ടിയിട്ടാണ് കൂടുതൽ ഇത് മേടിച്ചത്. എൻ്റെ മക്കൾ മുട്ടയുടെ ഫാനാണ്, അങ്ങനെ മുട്ട കഴിച്ചു. അങ്ങനെ ചായയുടെ കണക്കും കാര്യങ്ങളൊക്കെ എല്ലാം ഞങ്ങൾ ഇത് കാണുമ്പോൾ എനിക്ക് ചിരി വരും. ഇവർ കല്ലുമ്മക്കത്ത പോവാണ് കേട്ടോ. ഇതിനകത്ത് കടൽപ്പക്കട തോടിൽ കുറച്ച് മാവ് മുക്കി ഇത് സ്പെഷ്യൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ. അത് മൊത്തം ഞങ്ങൾക്ക് 1000 രൂപയായി അത്രയും കഴിച്ചത്. ഞങ്ങൾ 6 പേര് ഇത്രയും ഫുഡ് കഴിച്ചതിനകത്ത് 1000 രൂപ എന്തുണ്ടാക്കിയിട്ടാണോ എന്തോ. ഞങ്ങൾ പിന്നെ നേരെ ബീച്ചിലേക്ക് വന്നു. കുറേ നേരം അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടന്നു. ഒരുപാട് പിള്ളേർ ബീച്ച് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെ കുറച്ച് പേര് ഗിറ്റാറിസ്റ്റായിട്ട് ഗിറ്റാർ പാടുന്നുണ്ടായിരുന്നു. എനിക്ക് അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാര്യം എന്താ എൻ്റെ പുറകെ പോകാനുള്ള താല്പര്യമില്ലാത്ത തോന്നി. ഒരുപാട് ആൾക്കാർ ക്രൗഡ് ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞു ഞങ്ങൾ അവിടുന്ന് തിരിച്ച് ഞങ്ങൾ ഈ മഴയത്ത് ഇങ്ങനെ ക്ലാസ്സിൻ്റെ ഇടയിൽ കൂടെ കാണാൻ നല്ല ഭംഗിയില്ലേ. അങ്ങനെ രാത്രി ഒരു 11 മണിയപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നിർത്തി. എൻ്റെ മോള് ചത്തുറങ്ങുവാണ്. ദോശ, അപ്പം, അങ്ങനെ. ഞാൻ പിന്നെ പൊറോട്ട, ഒരു ലെഗ് പീസ്, അൽഫാം അങ്ങനെയുള്ളതൊക്കെ മേടിച്ച് ഒരു ഫുൾ മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് വരാൻ താമസിച്ചു പോയി. അതിന് മുമ്പേ ഞാൻ ഫുഡ് കഴിച്ച് എഴുന്നേറ്റ്. കാര്യം കുഞ്ഞ് കരഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ സിലോപ്പി എന്താണ്ടായിരുന്നു, അതൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് തിരിച്ചിട്ടുണ്ട് വണ്ടി. അങ്ങനെ ഇടയ്ക്ക് വെച്ചപ്പോൾ കാരണം ഇത് ഞാനൊരു വെറൈറ്റിയാണ്, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതിലേ കൊണ്ടുവന്നതാണ്. അടിപൊളി സാധനമായിരുന്നു കേട്ടോ, നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ കോഴിക്കോട് യാത്ര ഇവിടെ കൊണ്ട് അവസാനിക്കുവാണേ.